ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നതേ തിരുവുള്ളക്കാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിന്റെ ചരിത്രമൊക്കെ സ്വയംഭൂവാണ് ശാസ്താവ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് നമ്മൾ ആരാധിക്കുന്ന ക്ഷേത്രം പുരാതനമായ പെരുവനം ഗ്രാമത്തിന്റെ ഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു കാലത്ത് ഇവിടെ വനമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ആ സമയത്ത് പുല്ലരിയാനായിട്ട് ഒരാള് ശിലയിൽ ഇങ്ങനെ ഒരയ്ക്കുകയും രക്തം വരികയും ചെയ്തു. തുടർന്ന് നാട്ടുപ്രമാണിമാരെ ചേർന്ന് ക്ഷേത്രം പണിതു എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ ശാസ്താവിനെ, അതായത് പെരുവനം ഗ്രാമത്തിന്റെ രക്ഷകനായിട്ടും ജ്ഞാനത്തിന്റെ ദേവനായിട്ടൊക്കെ ആരാധിക്കപ്പെടുന്നു കേട്ടോ. അപ്പം പെരുവനം ക്ഷേത്രത്തിലെ ഇരട്ടയപ്പന്റെ ഉള്ളം കയ്യിലുള്ള ശാസ്താവാണ് തിരുവുള്ളക്കാവ് ശാസ്താവ് എന്നും അറിയപ്പെടുന്നു. ഇതൊരു കാവായതുകൊണ്ടാണ് പേരിൽ കാവ് എന്ന വാക്കുണ്ടായതെന്നും പറയപ്പെടുന്നു. സ്വയംഭൂ എന്ന് പറഞ്ഞാൽ അതായത് ഈ ശിലയിൽ ഇടിക്കുന്ന സമയത്ത് രക്തം പ്രവഹിച്ചുല്ലോ, ആ ക്ഷേത്രത്തിൽ അങ്ങനെ സ്ഥാപിക്കപ്പെട്ട ഒരു ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ അത് തുടർന്ന് നോക്കിയപ്പോൾ അത് ശാസ്താവായിട്ടും നമുക്ക് കാണപ്പെട്ടതുകൊണ്ടാണ് ഇവിടെ ശാസ്താവിന്റെ അനുഭവം ഉണ്ടെന്ന് പറയപ്പെടുന്നത് കേട്ടോ. പിന്നെ നമുക്കിവിടെ ശാസ്താവ് വിജയദശമി ദിവസമാണ് കുട്ടികളെ അറിവിന്റെ ലോകത്തേക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്ന വിദ്യാരംഭ ചടങ്ങുകൾ ഇവിടെ പ്രസിദ്ധമാണ്. തൃശ്ശൂര് പെരുമ്പിളിശ്ശേരി ദേശത്താണ് തിരുവുള്ളക്കാവ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. പൂർണ്ണ, പുഷ്കല എന്നീ രണ്ട് പത്നിമാരോട് കൂടിയ സ്വയംഭൂവായ ശാസ്താവാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. എന്നാൽ വിദ്യാദേവതയായ സരസ്വതിയുടെ ശക്തമായ സാന്നിധ്യവും ക്ഷേത്രത്തിൽ സങ്കല്പിച്ചു വരുന്നുണ്ട്. തന്മൂലം ഇവിടെ ശാസ്താവ് വിദ്യാകാരകനായിട്ട് കണക്കാക്കപ്പെടുന്നു. പടിഞ്ഞാറോട്ടാണ് ദർശനം. ശാസ്താവിന് ഉപദേവതയായിട്ട് ഗണപതി മാത്രമേ ഉള്ളൂ. വിദ്യാരംഭത്തിന് പേരുകേട്ട പ്രധാന ക്ഷേത്രങ്ങളിൽ, കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവുള്ളക്കാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. പിന്നെ മീനമാസത്തിലെ അത്തം നാളും മഹാനവമി ഒഴികെയുമുള്ള എല്ലാ ദിവസവും ഇവിടെ വിദ്യാരംഭം ഉണ്ടാകാറുണ്ട്. പ്രശസ്തരും അപ്രശസ്തരുമായ നിരവധി ആളുകൾ ഇവിടെ ആദ്യാക്ഷരം കുറിച്ചിട്ടുണ്ട്. നവരാത്രിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം കേട്ടോ. 9 ദിവസവും ഇവിടെ അതിപ്രാധാന്യത്തോടെയാണ് ആചരിക്കുന്നത്. കൂടാതെ മീനമാസത്തിൽ ആറാട്ടുപുഴ പൂരവും ഇവിടെ വിശേഷം തന്നെയാണ് കേട്ടോ. തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിലെ സ്വയംഭൂവായ ഒരു കഥയുണ്ട്. അതായത് ശാസ്താവായതിന്, സ്വയംഭൂ സങ്കല്പത്തിലുള്ള ശാസ്താവായതിന് ക്ഷേത്രം നിലനിൽക്കുന്ന ഒരു കാലത്ത് വനമായിരുന്നു. അവിടെ പുല്ലുചെത്തം വന്ന ആരെങ്കിലും ഇവിടെ ശിലയിൽ കൊത്തിയപ്പോൾ രക്തപ്രവാഹം ഉണ്ടായതാകാനും തുടർന്ന് വിവരം അറിഞ്ഞ് നാട്ടുപ്രമാണികൾ ക്ഷേത്രമാണ് സാധ്യത എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ. അതേപോലെ തന്നെ പരശുരാമൻ സ്ഥാപിച്ച പുരാതന കേരളത്തിലെ 32 ബ്രാഹ്മണ ഗ്രാമങ്ങളിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഗ്രാമമായിരുന്നു ഇത്ര പെരുവനം ഗ്രാമം. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ക്ഷേത്രവും തിരുവള്ളക്കാവ് ധർമ്മശാസ്താ ക്ഷേത്രവും കൂടിയാണ്. പിന്നെ ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഇരട്ടയപ്പന്റെ പുത്രനായ ശാസ്താവിനെയാണ് ഇവിടെ കാണുന്നത്. ഇരട്ടയപ്പന്റെ ഉള്ളം കൈയിലുള്ള ശാസ്താവ്, തന്മൂലം തിരുവള്ളക്കാവ് എന്ന് അറിയപ്പെട്ടു. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമുള്ള ഒരു സങ്കല്പം തന്നെയാണ് വിദ്യാകാരകനായ ശാസ്താവ് എന്ന സങ്കല്പം. അതായത് വിദ്യാഭ്യാസത്തിനായിട്ട് ബുദ്ധിവർദ്ധവിനായിട്ടും ദേവതകളായി ആരാധിച്ചു വരാറുള്ള ഗണപതി, സരസ്വതി, ദക്ഷിണാമൂർത്തി തുടങ്ങിയവരെയാണ് സാധാരണയായിട്ട് നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ കാരകത്വം വഹിക്കുന്നത്. ശാസ്താവിന് വിദ്യാകാരകത്വം ലഭിച്ചതിന് പിന്നിൽ ഒരു ഐതിഹ്യം കൂടിയുണ്ട്. ദീർഘകാലം ക്ഷേത്രത്തിൽ ശാന്തികാരനായി സേവനം അനുഷ്ഠിക്കുകയായിരുന്ന പട്ടത്ത് വാസുദേവൻ ഭട്ടതിരി തീർത്തും ബുദ്ധിമാന്ദ്യവും സംസാരിക്കാൻ ബുദ്ധിമുട്ടും അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇതുമൂലം മറ്റുള്ളവർ ബ്രാഹ്മണർ അദ്ദേഹത്തെ അപമാനിക്കാനായിട്ട് ഒരു അവസരവും പാഴാക്കാതെ കളിയാക്കുമായിരുന്നു. കാണുമ്പോഴെല്ലാം വാതു എന്ന് വിളിച്ച് ഭട്ടതിരിയെ കളിയാക്കുക. ഇതെല്ലാം കണ്ട് ദുഃഖിതനായ ഭട്ടതിരി ഒരു ദിവസം ക്ഷീണിച്ച് ഊട്ടുപുരയിൽ കിടന്നുറങ്ങിയിത്രേ. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു കദളിപ്പഴം കാണാനിടയെ അദ്ദേഹം അതും കഴിച്ചുകൊണ്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം എഴുന്നേറ്റ ഭട്ടതിരി തികച്ചും അത്ഭുതകരമായ ഒരു വസ്തുതയാണ് ശ്രദ്ധിച്ചത്. തൻ്റെ ബുദ്ധിക്ക് കൂടുതൽ തെളിച്ചമുണ്ടായിരിക്കുകയും സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് നീങ്ങുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല സ്വന്തമായി ശ്ലോകങ്ങൾ സൃഷ്ടിക്കാനും കഴിവുണ്ടായിരിക്കുന്നു. ആ സമയത്ത് കത്തിക്കൊണ്ടിരുന്ന വിറകടുപ്പ് കാണാനിടയായ ഭട്ടതിരി അപ്പോൾ തന്നെ ഒരു ശ്ലോകം സൃഷ്ടിച്ചു. അതിപ്രകാരാണ്: വിറകെടുപ്പാൻ വിറക്കെടുത്തു, വിറകെടുത്തു വിറകെടുത്തി. ഭട്ടതിരി ഇപ്രകാരം ശ്ലോകം ചൊല്ലുന്നത് ക്ഷേത്രത്തിന്റെ കഴകക്കാരിയായ ഒരു വാരിസരി കാണാനിടയായി.
സംഭവം അറിഞ്ഞു ഊട്ടുപുരയിലെത്തിയ അവര് ഇതിന്റെ രഹസ്യം അന്വേഷിച്ചപ്പോഴാണ് ഭട്ടതിരി കഴിച്ച പഴംതൊലി കാണാനിടയായത്. അവരും ആ പഴംതൊലി കഴിച്ചു അത്രേ. അങ്ങനെ അവരും പണ്ഡിതയായി തീർന്നു. പിന്നീട് ഭട്ടതിരിയെ കാണാനിടയായ മറ്റുള്ള ബ്രാഹ്മണര് അദ്ദേഹത്തെ പതിവ് പോലെ കളിയാക്കാനായിട്ട് തുടങ്ങി. അപ്പോ അവരുടെ വാക്കു വെച്ചിട്ട് ശ്ലോകമുണ്ടാക്കി അദ്ദേഹം അവരെ ഞെട്ടിച്ചു. തങ്ങളെക്കാൾ വലിയ പണ്ഡിതനായി ഭട്ടതിരി മാറിയെന്ന് മനസ്സിലാക്കിയ അവര് അദ്ദേഹത്തിന് മുമ്പില് സാഷ്ടാംഗം പ്രണമിച്ചു. അങ്ങനെ മഹാപണ്ഡിതനായി മാറിയ ഭട്ടതിരിയാണ് പിന്നീട് യമക കവിതകൾ രചിക്കുന്നതിൽ അതിവിദഗ്ധനായി മാറിയ വാസുദേവ കവി. ഈ സംഭവം പിന്നീട് കൂടുതൽ ആളുകളിലേക്ക് പ്രസിദ്ധമായി. തിരുവള്ളക്കാവ് ശാസ്താവിന് വിദ്യാകാരുകത്വം ഉണ്ടെന്ന വിശ്വാസം പരക്കെ അങ്ങ് പടർന്നു. അതോടെ ക്ഷേത്രത്തിലെ നിത്യേന വിദ്യാരംഭം അങ്ങ് തുടങ്ങി. ഭട്ടതിരി കഴിച്ച പഴത്തിന്റെ തൊലി കഴിച്ച് പണ്ഡിതയായ മാറിയ വാരിസാരുടെ പിന്മുറക്കാരാണ് കുട്ടികളെ എഴുത്തിനിരുത്തുവാനുള്ള അവകാശം അവർക്ക് ലഭിച്ചു. അപ്രശസ്തരും അപ്രശസ്തരുമായ നിരവധി ആളുകൾ ഇവിടെ നിത്യേന വന്ന വിദ്യാരംഭം കുറിച്ചിട്ടുണ്ട്. പ്രശസ്ത കവികളായിരുന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, പി ഭാസ്കരൻ, കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ തുടങ്ങിയവരെ എഴുത്തിനിരുത്തിയത് ഇവിടെ വെച്ചാണ്. ഇവരെല്ലാവരും അതിപ്രസിദ്ധരായി തീരുകയും ചെയ്തു. ഔപചാരികമായി വിദ്യാഭ്യാസത്തിനു പുറമെ ക്ഷേത്ര മതിലകത്തും പുറത്തുമുള്ള ചുവരുകളില് വിദ്യാരംഭ മന്ത്രവും അക്ഷരമാലയും അക്കങ്ങളും കുറിച്ചു വെക്കുന്നത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. വർഷത്തില് 363 ദിവസവും വിദ്യാരംഭം ഇവിടെ നടക്കുന്നുണ്ട്. മീനമാസത്തിലെ അത്തം നാളും മഹാനവമിയും മാത്രമാണ് ഇവിടെ വിദ്യാരംഭം ഇല്ലാത്ത ദിവസങ്ങള്. മീനമാസത്തിലെ അത്തം നാളിൽ ശാസ്താവ് ഗ്രാമരക്ഷയ്ക്കായി പുറത്തു പോകുന്നത് കൊണ്ടും മഹാനവമിക്ക് അടച്ചുപൂജാ ദിവസമായതുകൊണ്ടുമാണ് അന്നേ ദിവസം വിദ്യാരംഭം ഇല്ലാണ്ടായത്. വിജയദശമി നാളിൽ ഇവിടെ വൻ തിരക്കാണ് കേട്ടോ കാണാറുള്ളത്. കണ്ടില്ലേ, ഇന്ന് തന്നെ കണ്ടില്ലേ നമ്മള് കാവടിയും ആഘോഷവും എല്ലാമായി വലിയ തിരക്കാണ് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് നെയ്യ് കഴിക്കണം. നെയ്യാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമുള്ള ഒരു വഴിപാട്. നെയ്യും കദളിപ്പഴവും കഴിച്ചു കഴിഞ്ഞാൽ എത്ര ബുദ്ധി വളരാത്തതാണെങ്കിലും നമുക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിയും ഉണ്ടാവുന്നുള്ളത് അനുഭവമാണ്, വിശ്വാസവുമാണ് കേട്ടോ. അത്രയും പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തിരുവള്ളക്കാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടവഴിയിൽ തന്നെയാണ് എൻ്റെ കുടുംബ വീട് കേട്ടോ. അപ്പം എല്ലാവരും ഇപ്പോൾ അവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ വന്നുകൊണ്ടിരുന്ന, ഞങ്ങൾ ജനിച്ചു വളർന്ന എൻ്റെ വീടും ഇവിടെ തന്നെയാണ്. എൻ്റെ സ്വന്തം നാടാണ് തിരുവള്ളക്കാവ്. അപ്പം അത്രയും സന്തോഷം. അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ.